ഭയങ്കര കോമഡി മോശമായിട്ടുള്ള ഇന്റർവ്യൂ ഇച്ചിരി സീരിയസ് പടമാണ്. കുഴപ്പമില്ല, എന്നാലും നല്ലതായിട്ട് കോമഡി സീരീസും എല്ലാം മിക്സ് ചെയ്താൽ മതി. ഇന്റർവ്യൂവിൽ വരെ പക്ക കോമഡി ആയിരുന്നു. ദൈവൻ്റെ പഴയ സ്റ്റൈലൊക്കെ കാണാനുണ്ട്. ഇന്റർവ്യൂവിൽ കഴിഞ്ഞ് ഒരു സെന്റിമെന്റ് ലീവിലേക്ക് പോയി. അവസാനം എപ്പോൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പടം നല്ലൊരു തിരിച്ചുവരവ് തന്നെയാണ്. മോശമൊന്നുമല്ല, നല്ലൊരു തിരിച്ചുവരവ് ദിലീപിന് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ല മികച്ച സിനിമ എന്ന് തന്നെ പറയാം. കാരണം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ, സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ പോലും പറഞ്ഞുകൊണ്ട് അതൊരു ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അലൻ ജോസ് പെരേരയെ പോലുള്ള വൃത്തികെട്ടവന്മാരുടെ ഒരു മെസ്സേജാണ് ഈ സിനിമ കൊടുക്കുന്നത്. ഈ സിനിമ എന്തായാലും തീർച്ചയായിട്ടും മലയാളികളായിട്ടുള്ള ആൾക്കാർ കണ്ടിരിക്കണം. ഇതെന്തായാലും ഇത് വിജയിക്കണം എന്നുള്ളത് ആവശ്യം തന്നെയാണ്. കാരണം ഇത് തെറ്റിദ്ധരിപ്പിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് സമൂഹത്തിന് ഒരു തിരിച്ചറിവാവട്ടെ എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇതിന്റെ ഡയറക്ടർ പുതിയൊരു ഡയറക്ടറാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ സെക്കൻഡ് സിനിമയും നല്ല ബെറ്റർ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആ ഒരു നിർമ്മാതാവിനെ ഞാൻ അംഗീകരിക്കുകയാണ്. ദിലീപ് എന്ന് പറഞ്ഞ നടനെ ഞാൻ അംഗീകരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കണ്ടന്റ് തിരഞ്ഞെടുത്ത് ഈ സമൂഹത്തിന് ഒരു മാതൃകയാവാൻ വേണ്ടിയുള്ള ഒരു കണ്ടന്റ് തിരഞ്ഞെടുത്തതിന് വളരെ ഈ ക്രൂവിനെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്നു.